ഇനി രമേശ് ചെന്നിത്തലയില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല എന്ന് മുസ്ലിം ലീഗിന് കൃത്യമായി അറിയാം. അടുത്ത തവണ ഭരണം കിട്ടുമ്പോൾ ധൈര്യമായി ഒരു ഉപമന്ത്രി പദം ചോദിച്ചു വാങ്ങേണ്ടതാണ് ലീഗിന്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ തള്ളിപ്പറയാൻ ലീഗ് ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ച ലീഗ് പരമോന്നത നേതാവ് പാണക്കാട് സാദിഖലി തങ്ങൾ യോജിക്കാവുന്നിടങ്ങളിൽ യോജിച്ച് രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ ഒന്നിച്ച് പോരാടാമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 62ാം വാർഷിക സന്നദ്ധദാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയായിരുന്നു. ആ പ്രസംഗത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുകയാണ് പാണക്കാട് തങ്ങൾ. രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചുകാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയുമെല്ലാം അടങ്ങിയിരിക്കുന്നതായിരുന്നെന്ന് സാദിഖലി തങ്ങൾ കുറിച്ചു. വിവിധ മതകേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ചതിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു. വിയോജിപ്പുകളിലും യോജിച്ച് ഫാസിസത്തെ എതിർക്കണമെന്നും എല്ലാ കാലത്തേക്കും ഏകാധിപത്യ ഭരണകൂടം വാഴില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചത്. ആ വാക്കുകൾ ഏറ്റെടുത്ത് യോജിക്കാവുന്നിടങ്ങളിൽ യോജിച്ച് രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കാൻ ഒന്നിച്ച് പോരാടാമെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു. NSSുമായി ഏറെക്കാലം നീണ്ടുനിന്ന പിണക്കം അവസാനിപ്പിച്ച് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല ജാമിയ നൂരിയ സമ്മേളനത്തിൽ പങ്കെടുത്തത്. VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് സാദിഖലി തങ്ങളുടെ പ്രശംസ എത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. 2024 നൽകിയ ഏറ്റവും വലിയ പ്രതീക്ഷ ഫാസിസത്തെ ചെറുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതായിരുന്നെന്ന് സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. ബാബറി മസ്ജിദിൽ തുടങ്ങി മധുരയും ഗ്യാൻവാപ്പിയും കടന്ന് ഫാസിസത്തിന്റെ കൈകൾ അജ്മീറിലെത്തുമ്പോൾ അവരുടെ ലക്ഷ്യം ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ തകർത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യുക മാത്രമാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഹിന്ദുമതത്തിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ടവർ ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവരാണ്. രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നടക്കുന്നവർ രാജ്യ താൽപര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരുമാണ്. ഭരണപരാജയം ജനങ്ങളിലെത്താതിരിക്കാൻ വർഗീയതയെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയണം. രാജ്യം എല്ലാ സമയത്തും ഫാസിസ്റ്റ് ശക്തികൾക്ക് ഭരിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതുതന്നെയാണ് ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും മുസ്ലിം ലീഗ് കേൾക്കാനിരിക്കുന്നത്. അത് ചെന്നിത്തല പറയുകയും ചെയ്തു. അങ്ങനെ NSS ആയി SNDP ആയി ഇപ്പോൾ മുസ്ലിം ലീഗും ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.